ഹലോ! ഇനി നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ്റെ കല്യാണം, ജിഷ്ണുവിൻ്റെ കസിൻ്റെ കല്യാണം അങ്ങനെ മൊത്തം കല്യാണങ്ങളാണ് ട്ടോ. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങളിതാ ജയനഗർക്ക് ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ഏകദേശം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ എല്ലാം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ മടി അതിനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഡേ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ എടുത്ത വീഡിയോ ആണ് ട്ടോ അത്. ഞാൻ റിസപ്ഷന് വേണ്ടിയിട്ട് ഒരു മോഡൽ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ മെറ്റീരിയലും കളറും എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ടോപ്പ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബോട്ടത്തിനുള്ള സെയിം ഷെയ്ഡ് കിട്ടാൻ ഞങ്ങൾ വീണ്ടും കുറേ സ്ഥലത്ത് നടന്നു കേട്ടോ. അങ്ങനെ വിചാരിച്ച പോലെ എല്ലാം സെറ്റായി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജിഷ്ണുവിന് നോക്കണ്ടായിരുന്നു. പക്ഷേ ജിഷ്ണുവിന് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടാത്തതുകൊണ്ട് വേറെ സെപ്പറേറ്റ് മെറ്റീരിയൽ എടുത്തിട്ട് പിന്നെ ഒരു കുർത്ത പോലെ തയ്ക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിൻ്റെ എല്ലാ വീഡിയോസ് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അവസാനം ഞാൻ ഈ മെറ്റീരിയൽ കൊണ്ട് തയ്പ്പിച്ച മോഡൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേ എൻ്റെ കയ്യിലുള്ളൂ. ഞങ്ങളിതാ മെറ്റീരിയൽ എല്ലാം എടുത്ത് അന്ന് തന്നെ തയ്ക്കാനും കൊടുത്തു കേട്ടോ. ഞാൻ ബാംഗ്ലൂർ മടിവാളയിലുള്ള എങ്ങേട്ടി ബുട്ടീക്കിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ ഞാൻ എന്താണോ പറഞ്ഞത് അത് അത്രയും അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായി. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി കേട്ടോ എൻ്റെ ഈ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.